കേരളത്തിലെ ഇസ്ലാമിക ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുള്ള പള്ളികളിലൊന്നാണ് കാസർഗോഡ് തളങ്കരയിലെ മാലിക് ദീനാർ ജുമാ മസ്ജിദ്. പരമ്പരാഗത കേരളീയ വാസ്തുശൈലിയിൽ നിലകൊള്ളുന്ന ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രധാനപ്പെട്ടതുമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അറേബ്യയിൽ നിന്ന് കേരളത്തിലെത്തിയ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സംഘവും മലബാർ തീരത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയതായി കേരളത്തിലെ ചരിത്ര പാരമ്പര്യം പറയുന്നു. 22 ഹിജ്റ അഥവാ ഏകദേശം ക്രിസ്തുവർഷം 642 തളങ്കരയിൽ പള്ളി സ്ഥാപിച്ചതായാണ് പരമ്പരാഗത രേഖകൾ സൂചിപ്പിക്കുന്നത്. മാലിക് ദീനാറിൻ്റെ മകൻ മാലിക് ബിൻ മുഹമ്മദ് പള്ളിയുടെ ഖാദിയായി നിയോഗിക്കപ്പെട്ടതായും പറയപ്പെടുന്നു. മരം കൊണ്ടുള്ള തൂണുകളും കൊത്തുപണികളും ഉൾപ്പെടുന്ന പഴയ കേരളീയ വാസ്തുശൈലി ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മാലിക് ദീനാർ പള്ളി കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും തനത് കേരളീയ വാസ്തുവിദ്യയുടെയും ഒരു പ്രധാന പൈതൃക സ്മാരകമായി കണക്കാക്കപ്പെടുന്നു.